മക്കളെ നമസ്തേ. A+ ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈക്കു എന്ന ചാപ്റ്ററിൻ്റെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം എക്സ്പ്ലനേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ചാപ്റ്റർ നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു ഇറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. साहब के आंगन सदा फुहार, यहाँ किस हालत की ओर इशारा किया गया है? എന്താ മക്കളെ ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? സാഹബ് കെ ആംഗൻ, സാഹബ് കെ ആംഗൻ മീൻസ്, സാഹബ് മീൻസ് അമീർ ലോഗ് അല്ലേ? അമീറായിട്ടുള്ള, അമീറിനെയാണ്, അതായത് റിച്ച് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സാഹബ് എന്ന് പറയുന്നത്. കെ ആംഗൻ ആളുകളുടെ മുറ്റം, സദാ ഫുഹാർ, സദാ ഫുഹാർ മീൻസ്, സദാ മീൻസ് ഓൾവേസ്, ഫുഹാർ മീൻസ് വാട്ടർ ഡ്രോപ്സ്, ജൽഗൺ. ഓക്കെ, യഹാ കിസ് ഹാലത്ത് കി ഓർ ഇഷാര കിയാ ഹെ. യഹാ മീൻസ് ഹിയർ, കിസ് ഹാലത്ത് ഏത് അവസ്ഥയിലേക്ക്, ഇഷാര വിരൽ, കിയാ ഗയാ ഹെ ചൂണ്ടുന്നത്. ഓക്കെ, അപ്പോൾ സാഹബിൻ്റെ മുറ്റത്ത് എല്ലായ്പ്പോഴും ഒരു വാട്ടർ ഡ്രോപ്പെങ്കിലും ഉണ്ടാകും, ഒരു ജലകണികയെങ്കിലും ഉണ്ടാകും. ഇവിടെ ഏത് അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ സാഹബ്സ് യാർഡ് ഈസ് ഓൾവേസ് ഡ്രിസ്ലിംഗ്. വാട്ട് കണ്ടീഷൻ ഈസ് ബീയിങ് റെഫർഡ് ടു ഹിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ചാപ്റ്റർ എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തതാണ്. മിസ് അവിടെ അതിൻ്റെ നോട്ട്സും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ നോട്ട്സും സെയിം ആണ്, പക്ഷേ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ഡിഫറൻസസ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ വി ആർ ഗോയിങ് ടു ഇറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു കവിതയായാലും ഹൈക്കു ആയാലും സ്റ്റോറി ആയാലും അത് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഡയറി, ലെറ്റർ പോലെയുള്ള ആക്ടിവിറ്റീസ് ഒഴികെ കവിതയിൽ നിന്ന് ഡയറക്റ്റ് ഏതെങ്കിലും ഒരു ലൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡൻറ്റോ എടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാം, ആദ്യം റൈറ്ററിൻ്റെ പേരൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം തുടക്കത്തിൽ. ഓക്കെ, എന്നിട്ട് വേണം കവിതയുടെ ലൈൻസ് ആയാലും എന്ത് കാര്യമാണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഹൈക്കു എഴുതിയിട്ടുള്ളത് ആരാണ്? സുരംഗമ യാദവാണ്. സുരംഗമ യാദവ് കാ ഇസ് ഹൈക്കുവിൽ അമീർ ലോഗോം കെ, പൈസക്കാരായ ആളുകളുടെ ജീവന്മേം, ജീവിതത്തിൽ, ചാഹേ കിത്തനേ ബി മുഷ്കിലോ, എന്താണ്, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, യാ കഠിനായാം അല്ലെങ്കിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, ഉൻകെ അവരുടെ, പാസ് അടുത്ത്, ഹമേഷ എല്ലായ്പ്പോഴും, സംസാദൻ, സംസാദൻ മീൻസ് റിസോഴ്സസ്, और समर्थन सपोर्ट होता है ഉണ്ടാകും. जो उन्हें इन चुनौतियों को सामना करने में मदद करता है. चुनौतियों मीन्स चैलेंजेस, सामना करना मीन्स ഓവർകം ചെയ്യുക, മദത് करता है ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ കയ്യിലുള്ള റിസോഴ്സസും സപ്പോർട്ടും അവരെ ഈ പ്രശ്നങ്ങളെ എല്ലാം ഓവർകം ചെയ്യാൻ അവരെന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അമീറായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നാലും അവരുടെ കയ്യിലുള്ള റിസോഴ്സസിന് മെയിനായിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാഷിനെ തന്നെയാണ്. ഓക്കെ, പിന്നെ സപ്പോർട്ട്, പൈസ ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബാക്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ജോ ഉനെ ഇൻ ചുനൗത്തിയോം കാ, ഇതൊക്കെ ഈ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളെ സാമ്ന കർണാമേ, ഓവർകം ചെയ്യുന്നതിൽ മദത് കർത്താ ഹെ, ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. നോ മാറ്റർ വാട്ട് ഡിഫിക്കൽട്ടീസ് ഓർ ഹാർഡ്ഷിപ്പ് റിച്ച് പീപ്പിൾ ഫേസ് ഇൻ ദ ലൈഫ്, they always have resources and support that help them face these challenges. Okay, then next question നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സെക്കൻഡ് ഹൈക്കുവിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ലാട്ടിയാം ബുട്ടാപ്പേക്കി ദിക്തി നഹി, ഇൻ പങ്ക്തിയോം സേ ക്യാ ആശയ് മിൽത്താ ഹെ. ലാട്ടിയാം ബുട്ടാപ്പേക്കി എന്ന് പറഞ്ഞാൽ എന്താ? ഓൾഡ് ഏജിലെ സ്റ്റിക്ക്, ദിക്തി നഹി കാണാൻ കഴിയുന്നില്ല, ഇൻ പങ്ക്തിയോം സേ ഈ വരികളിലൂടെ, ക്യാ ആശയം മിൽത്താ ഹെ എന്ത് ആശയമാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ദീസ് ലൈൻസ്? ദ സ്റ്റിക്ക് ഓഫ് ഓൾഡ് ഏജ് ഈസ് നോട്ട് വിസിബിൾ. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ക്വസ്റ്റ്യൻ അനുസരിച്ച് മിസ് വരുത്തിയിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ഓക്കെ, സി, ഡോക്ടർ ഗോപാൽ ബാബു ശർമാക്ക, മിസ് പറഞ്ഞു ഏതൊരു ലൈൻ എഴുതുന്ന സമയത്തും റൈറ്ററിൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ആരാണ്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. ഇസ് ഹൈക്കൂമേം, ഈ ഹൈക്കുവിൽ, പിതാപ്പിനെ ബുട്ടാപ്പേമേം, പിതാവ് തൻ്റെ ഓൾഡ് ഏജിലെ, ശാരീരിക് രൂപസേ ഫിസിക്കലി കംസോർ ഹോ ഗയി ഹേ, എന്താണ്, വീക്കായിട്ടുണ്ട്. അവർ ഉനെ
ചൽനെ ഫിർനെ മേ നടക്കാൻ ലാട്ടിക്ക് ആവശ്യകത ഹേ, ഒരു വടിയുടെ ആവശ്യമുണ്ടെന്ന് ഗോപാൽ ശർമ്മ പറയുന്നു. ഓക്കെ, അപ്പോൾ ഗോപാൽ ശർമ്മയുടെ ഈ ഹൈക്കുവിൽ പിതാവിൻ്റെ ഓൾഡ് ഏജിൽ ഫിസിക്കലി അയാൾ വീക്കാണ്, പിന്നെ അയാൾക്ക് നടക്കാൻ ഒരു വടിയുടെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. इस हाइकू में पिता की शारीरिक कमजोरी और बुढ़ापे की चुनौतियों के कारण किसी की सहाय के लिए गोचते हैं. അപ്പോൾ ഈ ഹൈക്കുവിലെ ഫിസിക്കൽ വീക്ക്നെസ് കാരണം, പിന്നെന്താ, ബുട്ടാപ്പേക്ക് ചുനൗത്തിയാം, ഓൾഡ് ഏജിലെ ചലഞ്ചസ് കാരണം ആരുടെയെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം തിരയുന്നത്. യഹാം ലാട്ടി സഹായിക്ക പ്രതീക് ഹേ, ഇവിടെ ലാട്ടി എന്ന് പറയുന്നത് എന്താണ്, ആരുടെയെങ്കിലും സഹായത്തിൻ്റെ പ്രതീകമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വടി തിരയുന്നു എന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ഓൾഡ് ഏജിൽ ആരെയൊക്കെയോ തിരയാണ്, എന്തിന്, സഹായത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെയോ സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അച്ഛൻ തിരയുകയാണ്. ഓക്കെ, പിതാവ് ബച്ചോം പേർ നിർഭർ ഹോ ഗയ് ഹേ, പിതാവ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓൾഡ് ഏജ് ആണ്, അപ്പോൾ കംപ്ലീറ്റ്ലി മക്കളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. പർ പിതാക്കി ഉമ്ര അവർ കംസോറിക്ക് സമയം, അപ്പോൾ അച്ഛൻ്റെ ഈ ഒരു വയസ്സിലും അതേപോലെ ഈ ഒരു വീക്ക്നെസ്സിൻ്റെ സമയത്തും ഉൻകെ പാസ്, അയാളുടെ അടുത്ത് കോയ് നഹി ഹേ, ആരും ഇല്ല, ഓ അക്കേല ഹേ, അദ്ദേഹം ഒറ്റക്കാണ്. ഓക്കെ, ആരും അദ്ദേഹത്തെ സഹായിക്കാൻ ഇല്ല, അയാൾ ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്, ഹെൽപ്പിന് വേണ്ടിയിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വരികളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥയാണ്, ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന ആ ഒരു നിസ്സഹായ അവസ്ഥയാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. बर्फीली नगरी में नेह की आंच से क्या तात्पर्य है. ബർഫീലി നഗരി എന്ന് പറഞ്ഞാൽ എന്താ, നല്ല തണുത്ത നഗരത്തിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നേഹ് കി ആഞ്ച് മീൻസ് സ്നേഹത്തിൻ്റെ ചൂട്. സേ ക്യാ താത്പര്യ ഹേ എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്. വാട്ട് ഡസ് ഇൻ ദ സ്നോയി സിറ്റി ആൻഡ് ദ ഹീറ്റ് ഓഫ് ലവ് മീൻസ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ് എന്നാണ് നമുക്ക് നോക്കാം. ഇസ് ഹൈക്കൂമേ, നമ്മൾ പറഞ്ഞു ആദ്യ റൈറ്ററിൻ്റെ പേര് മെൻഷൻ ചെയ്യണം. കമലയുടെ ഈ ഹൈക്കോയിൽ ഏക വ്യക്തിക്ക് പ്രേം ഔർ സ്നേഹ കി തലാഷ് കോ ദർശാ ഗയാ ഹേ, ഒരു വ്യക്തിയുടെ ഒരു വ്യക്തി സ്നേഹം അന്വേഷിക്കുന്നതിനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കാണാൻ കഴിയുന്നത്. യഹം നേഹ് കി ആഞ്ച് സ്നേഹ് ഹേ, ഇവിടെ നേഹ് കി ആഞ്ച് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ, സ്നേഹം എന്നാണ്. ഔർ ടെണ്ട മീൻസ് ബർഫീലി എന്ന് പറയുന്നത് എന്താണ്, ശൂന്യ ഹേ, ശൂന്യതയാണ് കാണിക്കുന്നത്. ജഹാം പ്രേം ഔർ സ്നേഹ് കി തലാഷ് കർന മുഷ്കിൽ ഹോ ജാതാ ഹേ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും സ്നേഹത്തിനെ കാണാൻ കഴിയില്ല, അല്ലേ. മരവിച്ച, നമ്മൾ ഓൾറെഡി ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, നല്ല തണുത്ത ഭാഗത്ത് നമുക്കൊരിക്കലും ഒന്നും കാണാൻ കഴിയില്ല, ഒരു തരത്തിലുള്ള ഇമോഷൻസും കിട്ടില്ല, അല്ലേ. തണുത്ത് മരവിച്ച് പോകുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അതാണ്, ശൂന്യമായിരിക്കും അവിടെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരിക്കലും സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കാം. ഓക്കെ, എ പേഴ്സൺ ഈസ് സെർച്ചിങ് ഫോർ ലവ് ആൻഡ് എഫെക്ഷൻ. ഇമോഷണലി കോൾഡ് മീനിങ് ഈസ് empty, where it become difficult to seek love and affection. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ലവ് ആൻഡ് എഫെക്ഷൻ കാണാൻ കഴിയില്ല. ജിന്ദഗി കി ചുനൗത്തിയാം വിഷയ് പർ ടിപ്പണി ലിഖേ. ജിന്ദഗി കി ചുനൗത്തിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലൈഫ് ചലഞ്ചസ്, അല്ലേ, അല്ലെങ്കിൽ ചലഞ്ചസ് ഇൻ ലൈഫ്. വിഷയ് പർ, വിഷയത്തിൽ, ടിപ്പണി ലിഖേ, ഒരു കുറിപ്പ് എഴുതുക. റൈറ്റ് എ നോട്ട് ഓൺ ദ ടോപ്പിക് ചലഞ്ചസ് ഇൻ ലൈഫ്. നിങ്ങൾ ടിപ്പണി എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും നമുക്ക് എന്ത് വേണം, ടിപ്പണി എഴുതുന്ന സമയത്ത് ഒരു ഹെഡിങ് മസ്റ്റാണ്. ഓക്കെ, ജിന്ദഗി ഏക് അനോഖി യാത്ര ഹേ. ജിന്ദഗി എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ജേണിയാണ്. യുണീക്ക് എന്ന വേർഡിൻ്റെ മീനിങ് എന്താ, അതുല്യമായ, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമോ. ലൈഫ് എന്ന് പറയുന്നത് എല്ലാവരുടേതും വ്യത്യസ്തമാണ്. ജിസ്മേ കൈ ഉത്താർ ചടാവ് ആത്തേ ഹൈ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന വേർഡാണ്, ലൈഫാണ്. അതിലൊരുപാട് കയറ്റവും ഇറക്കവും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ലൈഫ് ഈസ് എ യുണീക്ക് ജേർണി വിത്ത് മെനി അപ്സ് ആൻഡ് ഡൗൺസ്. ചുനൗത്തിയാം ഹമേ മസ്ബൂത്ത് ബനാത്തേ ഹൈ. അപ്പോൾ ചലഞ്ചസ്, നമ്മുടെ ലൈഫിൽ വരുന്ന ചലഞ്ചസ് നമ്മൾ എന്താക്കി മാറ്റുന്നു, മസ്ബൂത്ത് ബനാത്തേ ഹേ, നമ്മളെ സ്ട്രോങ് ആക്കി മാറ്റുന്നു, അല്ലേ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളത് ഓവർകം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയി മാറണം, അല്ലേ. അതാണ് പറയുന്നത്, ചലഞ്ചസ് മേക്ക് അസ് സ്ട്രോങ്. ചുനൗത്തിയാം കൈ രൂപമേയും ആത്തി ഹേ. നമുക്കറിയാം വെല്ലുവിളികൾ,
ചലഞ്ചസ് നമ്മുടെ ലൈഫിൽ പല രൂപത്തിൽ വരാറുണ്ട് അല്ലേ. इन चुनौतियों को सामना करने के लिए हमें साहस, धैर्य और दृढ़ संकल्प की आवश्यकता होता है. അപ്പോൾ ഈ വെല്ലുവിളികളെ സാമ്ന കർണേക്കേലിയെ മീൻസ് നേരിടാൻ, ഓവർകം ചെയ്യാൻ, ഹമേം നമുക്ക് സാഹസ് എന്ന് പറയുന്നത് കറേജ് ആണ്, ധൈര്യം. ഓക്കെ, ധൈര്യ എന്ന വേർഡ് നിങ്ങൾ ഒരിക്കലും കറേജ് ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. ധൈര്യം എന്ന് പറയുന്ന പേഷ്യൻസ് ആണ്. ഓക്കെ, ക്ഷമ. और दृढ़ संकल्प मीन्स डिटर्मिनेशन की आवश्यकता है, नीड ഉണ്ട്, നമുക്ക് ആവശ്യമുണ്ട്. टू फेस दीज चैलेंजेस वी नीड करेज, पेशेंस एंड डिटर्मिनेशन. जिंदगी की चुनौतियों से निपटने के लिए कुछ महत्वपूर्ण बातें हैं. അപ്പോൾ ജീവിത വെല്ലുവിളികളെ നിപ്പട്ടനെ കേലിയെ ഓവർകം ചെയ്യാൻ കുച്ച് മഹത്വപൂർണ്ണ ബാത്തേ ഹേ, കുറച്ച് ടിപ്സ് ഉണ്ട്. ഓക്കെ, ഹിയർ ആർ സം ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ഫോർ ഡീലിംഗ് വിത്ത് ലൈഫ്സ് ചലഞ്ചസ്. അപ്പോൾ നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം. സകാരാത്മക് സോച്ച് മീൻസ് പോസിറ്റീവ് തിങ്കിങ് ആണ് അല്ലേ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു വെല്ലുവിളിയെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. എങ്ങനെയാണ് തിങ്ക് ചെയ്യുക? ചുനൗത്തിയോങ്കോ അവസർക്കേ രൂപമേയും തേക്കണം. നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഓരോ വെല്ലുവിളികളെയും നമ്മൾ എന്ത് ചെയ്യണം? പുതിയ അവസരങ്ങളായിട്ട് നമ്മൾ കാണുക. അപ്പോൾ നമുക്ക് എന്താവും? ആ ഒരു വെല്ലുവിളികളെ ഓവർകം ചെയ്ത് സക്സസ് ആവാനുള്ള ഒരു മൈൻഡ് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ആത്മവിശ്വാസം. എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്കിത് നേരിടാൻ കഴിയും എന്ന ആത്മവിശ്വാസം നമുക്ക് ആദ്യം വേണം. ഓക്കെ, അപ്പം ഈ ക്ഷമതാവും പർ വിശ്വാസ് കാരണം എന്താണ്? എനിക്കിത് കഴിയും, എനിക്കിത് ഉറപ്പായിട്ടും ഇത് നേരിടാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം വേണം. കോൺഫിഡൻസ് ആണ്, ബിലീവിങ് ഇൻ യുവർ എബിലിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ സമർത്ഥൻ പ്രണാലി മീൻസ് സപ്പോർട്ട് സിസ്റ്റം ആണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ അത് ഷെയർ ചെയ്യണം. ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ ദോസ്ത്, നമ്മുടെ ഫ്രണ്ട്സ്, പരിവാർ, ഫാമിലി അല്ലെങ്കിൽ സമുദായക്ക് സമർത്ഥൻ ലേനം അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റീസിനോട് അത് ഷെയർ ചെയ്യുക. ചില ആളുകൾ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ആരോടും ഷെയർ ചെയ്യാതെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടന്ന് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യും? നടന്നു നീങ്ങും. അങ്ങനെയുള്ള ആൾക്കാരാണ് പിന്നീട് സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് നമുക്ക് ഒറ്റയ്ക്ക് അത് ഓവർകം ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മളത് നമ്മുടെ ഫാമിലിനോട് അറ്റ്ലീസ്റ്റ് ഷെയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ സീഖ്നേക്ക് ഇച്ഛ, വില്ലിങ്നെസ് ടു ലേൺ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ആ പ്രശ്നങ്ങളിൽ നിന്ന് പുതിയ അറിവുകൾ പഠിക്കാൻ, പുതിയ പാഠങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. ചുനൗത്തിയോം സേ സീഖ്ന അവർ ആകെ പഠന, വെല്ലുവിളികളിൽ നിന്ന് അറിവ് നേടുക, എന്നിട്ട് മുന്നോട്ട് നീങ്ങുക. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു ടിപ്പണി ചോദിക്കുന്ന സമയത്ത് ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല. ഇതിന് 1-2 ലാസ്റ്റ് ഇപ്പോൾ മിസ് പറഞ്ഞ ഈ ടിപ്സിൽ നിന്ന് വേണമെങ്കിൽ 2 ടിപ്സൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തത് റിമൂവ് ചെയ്യാം. പക്ഷേ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എഴുതണം. 4 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈക്കു സങ്കലിത് കരേ, കളക്ട് ഹൈക്കു. ഓക്കെ, ഇതേപോലെയുള്ള ഹൈക്കു നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് പോലെയുള്ള ഹൈക്കു നമ്മളോട് കളക്ട് ചെയ്യാനാണ് പറയുന്നത്. മിസ്സോടെ കുറച്ച് ഹൈക്കു കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് എക്സാമിന് വരില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹൈക്കു എന്താണെന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 5 ഹൈക്കു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, എക്സാമിന് വരില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹൈക്കു എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.